ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്നലെ എപ്പിസോഡിൽ വളരെ വാലിഡായൊരു പോയിന്റ് ശരണ്യ പറയുന്നുണ്ട്. ആരൊക്കെ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇവൾക്ക് ഇവിടെ കിട്ടുന്ന അത്ര ഫേവറിസം വേറെ ആർക്കും വേറൊരു കണ്ടസ്റ്റൻറ്റിനും കിട്ടുന്നില്ല. അതായത് ഇവളെന്ന് ഉദ്ദേശിച്ച ജാസ്മിനും. വളരെ ശരിയായൊരു പോയിൻ്റാണ് അത് ശരണ്യ പറഞ്ഞത്. ജാസ്മിൻ അവിടെ കിട്ടുന്ന അത്ര ഫേവറിസം വേറൊരാൾക്കും അവിടെ കിട്ടുന്നില്ല. കാരണം ജാസ്മിൻ്റെ തറവാട് പോലെയാണ് ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും ജാസ്മിന് ചെയ്തു കൊടുക്കുന്നത്. വേണ്ടപ്പം കൺഫെഷൻ റൂമിലേക്ക് കയറി പോവുക, അവിടെ പോയി കിടന്നുറങ്ങുക, അവിടെ പോയിട്ട് തോന്നുന്നതിൽ കയറിയിരിക്കുക. കൺഫെഷൻ റൂമിൽ ഇത്രയും കാലത്തെ സീസൺ നമ്മൾ കണ്ടതല്ലേ, ഒരിക്കലും അങ്ങനെ ഉണ്ടായില്ല. അതുപോലെ തന്നെ പുറത്തു നിന്ന് അച്ഛന് സംസാരിക്കാൻ അവസരം കൊടുക്കുക, ചെയ്ത് പുറത്തുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പറയുമ്പം മെഡിക്കൽ റൂം പറയുമ്പം കൺസൾട്ടൻസി, അങ്ങനെ എല്ലാ രീതിയിലും ജാസ്മിൻ അവിടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഷോ അടക്കം നിർത്തിയേക്കും. കാരണം 2 ദിവസം മുന്നേ നമ്മൾ കണ്ടതാണല്ലോ, ജാസ്മിനും ഗബ്രിയും ഫുഡ് കഴിക്കാനും ഷോ അന്ന് അവിടെ നടത്തിയില്ല. അവർ കഴിച്ചതിന് മാത്രം തുടങ്ങിയാൽ മതിയെന്ന് ലെറ്റർ അടക്കം ബിഗ് ബോസ് അയച്ചു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ദൂതനെ പോലെ ഓരോ ലെറ്റേഴ്സ് ജാസ്മിന് മാത്രമായിട്ട് വരിക. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ജാസ്മിൻ ബിഗ് ബോസിൻ്റെ മാനസപുത്രിയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അത് വളരെ വാലിഡായൊരു പോയിൻ്റാണ്. ആ പോയിൻ്റ് ഇന്നലെ ശരണ്യ എടുത്തടിച്ചു. വാ തുറന്ന് മിണ്ടാൻ പോലും കഴിയാതെ ജാസ്മിൻ മിണ്ടാതിരുന്നത് നമ്മളവിടെ കണ്ടതാണ്. വളരെ നല്ലൊരു പോയിൻ്റാണ്. വെൽ പ്ലേഡ് ശരണ്യ.